ഇത് ട്രിവാൻഡ്രത്തെ നേപ്പിയർ മ്യൂസിയം ആണ്. ഇത് ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് 3.5 കിലോമീറ്റർ അകലെയാണ്. ഇവിടുത്തെ പ്രധാന ശേഖരങ്ങൾ എന്ന് പറയുന്നത് വെങ്കലത്തിലുള്ള പ്രതിമകള്, ദന്തശില്പങ്ങള്, പുരാതന ആഭരണങ്ങള്, അതുപോലെ തന്നെ പുരാതന സംഗീത ഉപകരണങ്ങളൊക്കെയാണ്. നമുക്കതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇന്ത്യയിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മ്യൂസിയം ആണ്. ഇത് പണികഴിപ്പിച്ചത് 1857 ഉത്രം തിരുനാൾ മഹാരാജാവാണ്. എന്നാൽ 1874 ഇത് പിന്നെയും പണിതു. കാരണം ഇത് അന്ന് ചെയ്ത മ്യൂസിയം വളരെ ചെറുതായതുകൊണ്ട് ഫ്യൂച്ചറിൽ കൂടുതൽ പുരാതന വസ്തുക്കളോ അല്ലെങ്കിൽ നമുക്ക് വിലപ്പെട്ട കാര്യങ്ങൾ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കത്തക്ക രീതിയിൽ സേവ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാന്ന് കണ്ടിട്ട് 1874 ആയില്യം തിരുനാൾ മഹാരാജാവ് അതിനെ പുതുക്കി പണിയുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ശരിക്കും നേപ്പിയാർ എന്ന പേര് വരാൻ കാരണം അന്നത്തെ ആ കാലത്ത് മദ്രാസിലെ ഗവർണർ ആയിരുന്ന ലോർഡ് നേപ്പിയറിന്റെ പേരിലാണ് ഈ മ്യൂസിയം അറിയപ്പെടുന്നത്. 1880 ഇത് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തത്. ഈ ബിൽഡിംഗ് ഇൻഡോ സാർസനിക് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് യൂറോപ്യൻ സ്റ്റൈലിലുള്ള റൂഫാണ്. അതുപോലെ തന്നെ എടുത്തു പറയത്തക്ക ഒന്നാണ് ഗോപുരങ്ങൾ. 4 ഗോപുരങ്ങൾ നമുക്ക് 4 വശത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വിൻഡോസ് സ്റ്റെയിൻഡ് ഗ്ലാസിന്റെ വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ടൂറിസ്റ്റിനെ ഒത്തിരി ആകർഷിക്കുന്ന ഒന്നാണ്. ഇതിന്റെ വോൾ എന്ന് പറയുന്നത് ചുടുകല്ല് കൊണ്ടാണ്, അതായത് ചുട്ട കല്ല് കൊണ്ടാണ് ഇത് കെട്ടിയിരിക്കുന്നത്. എന്നാൽ അതേസമയം അതിന്റെ കോർണറുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കൊത്തിയെടുത്ത കല്ലുകൾ, അത് കല്ലിലുള്ള ഇഷ്ടികകൾ കൊണ്ടാണ് ഓരോ കോർണറും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളായിട്ടും ഇത്രയും നല്ല രീതിയിൽ ഇത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ മ്യൂസിയം ഡിസൈൻ ചെയ്തത് ബ്രിട്ടീഷ് ആർക്കിടെക്റ്റ് ആയ റോബർട്ട് ചിസോമാണ്. വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മുഗൾ, ഇറ്റാലിയൻ, ചൈനീസ് ഡിസൈനുകളുടെ എല്ലാം ഒരു ഘടകം നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് കനകക്കുന്നിന്റെ പുറത്താണ് നിൽക്കുന്നത്. അപ്പൊ കുന്നിന്റെ മുകളിലായത് കൊണ്ട് തന്നെ നല്ല കാറ്റാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു കൂളിംഗ് എഫക്റ്റ് ആണ്. എന്നാൽ അതേസമയം നമുക്ക് ഇവിടെ എയർ കണ്ടീഷന്റെ ഒരു ആവശ്യവും വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് ചുറ്റും തന്നെ വളരെ മനോഹരമായ ഒരു ഗാർഡൻ ആണ് ഉള്ളത്. അതൊന്ന് നമുക്കൊന്ന് കാണാം. ഈ മ്യൂസിയത്തിന്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ 10 മുതൽ വൈകുന്നേരം 4:45 വരെയാണ്. തിങ്കളാഴ്ച ദിവസം അവധിയാണ്. നേപ്പിയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഒരു വലിയ പബ്ലിക് പാർക്ക് കോംപ്ലക്സിനുള്ളിലാണ്. ഇവിടെ തിരുവനന്തപുരം മൃഗശാലയും നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയവും ശ്രീ ചിത്ര ആർട്ട് ഗാലറിയും ഉണ്ട്. ഈ ആർട്ട് ഗാലറിയിൽ നമുക്ക് രാജാ രവിവർമ്മയുടെ പെയിന്റിംഗ് ഉൾപ്പെടെ ധാരാളം പെയിന്റിങ്സിന്റെ കളക്ഷൻസ് കാണാൻ കഴിയും. കനകക്കുന്ന് കൊട്ടാരവും ഇതിന് തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഗാർഡൻ ഏരിയയിൽ നിന്ന് നമുക്കിനി മ്യൂസിയത്തിന്റെ കാഴ്ചകൾ കാണാനായി പോകാം. മ്യൂസിയത്തിന്റെ അകത്ത് ഫോട്ടോ എടുക്കാനുള്ള അനുവാദമുണ്ട്. മ്യൂസിയത്തിനകത്ത് കടക്കുമ്പോൾ ആദ്യം തന്നെ വേലുത്തമ്പി ദളവയുടെ ഉടവാൾ വളരെ മനോഹരമായി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാം. വർഷങ്ങൾക്ക് മുമ്പ് ഇത് കിളിമാനൂർ കൊട്ടാരത്തിലാണ് സൂക്ഷിച്ചിരുന്നത്. ഇതിനു പുറമെ ഇവിടെ കേരള ആർക്കിടെക്ചർ സ്റ്റൈൽ ബിൽഡിംഗ് മോഡലും ബോട്ടിന്റെ മോഡലും എല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന രഥങ്ങളും ദന്തശില്പങ്ങളും വെങ്കല ശില്പങ്ങളും കൽപ്രതിമകളും പുരാതന നാണയങ്ങളും ആഭരണങ്ങളും സംഗീതോപകരണങ്ങളും ഏവരെ ആകർഷിക്കുന്ന ഒന്നാണ്.
ഇത് മ്യൂസിയത്തിനടുത്തായി കാണുന്ന പവലിയനാണ്. ഇവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒത്തിരി ആൾക്കാർ വന്ന് ഇരിക്കാറുണ്ട്. അത് കണക്ക് തന്നെ ഇവിടെ ഒരു റേഡിയോ ഓൺ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ ശരിക്കും ആൾക്കാർക്ക് ഒരു എന്റർടൈൻമെന്റ് ആണ്. ഈ സ്ഥലം മിക്കവാറും വൈകുന്നേരം ഫില്ലാവും. ഇപ്പൊ ഞാനിപ്പോ ഏതാണ്ട് ഒരു 4 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പൊ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ വളരെ മനോഹരമായ ഒരു പൂന്തോട്ടവും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊക്കെ ഒന്ന് കാണാം. നമ്മളിപ്പോ നിൽക്കുന്നത് മ്യൂസിയത്തിലുള്ള KTDCയുടെ സൂം കഫേയിലാണ്. ഇവിടെ നിന്ന് ഒരു കോഫി കുടിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നോക്കട്ടെ എന്താ ഇവിടെ ഉള്ളതെന്ന്. കോഫി കുടിച്ചിട്ട് നമുക്ക് വരാം. 2 ഓംലെറ്റ്, ഒരു ഗ്രീൻ ടീ, ഒരു കോഫി, ഒരു കട്ട്ലറ്റ് കൂടി. അപ്പൊ നമ്മുടെ ഓംലെറ്റും കട്ട്ലറ്റും എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ചിട്ട് കാണാം. കോഫി ഉണ്ട്, ഗ്രീൻ ടീ ഉണ്ട്,